ഹലോ, ഈ വീഡിയോയിൽ നമുക്ക് C++ലെ അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സെക്കുറിച്ച് ഒന്നും കൂടെ വിശദമായിട്ട് പഠിക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ രണ്ട് നമ്പേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു യൂസറിൻ്റെ അടുത്തുനിന്ന്. എന്നിട്ട് ആ രണ്ട് നമ്പറിൽ ഡിഫറെൻറ്റ് അരിത്മാറ്റിക് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, രണ്ട് നമ്പർ വാങ്ങിയിട്ട് ആഡ് ചെയ്യാം, രണ്ട് നമ്പർ വാങ്ങിയിട്ട് സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ, പിന്നെ ഡിവൈഡ് ആൻഡ് റിമൈൻഡർ കാണാം. അതിനായി ആദ്യം നമുക്ക് രണ്ട് നമ്പേഴ്സ് വാങ്ങാനുള്ള ഒരു പ്രോഗ്രാം എഴുതാം. ഇത് മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. സോ നമുക്ക് ആ മുമ്പ് എഴുതിയ പ്രോഗ്രാം തന്നെ റീയൂസ് ചെയ്യാം. ഇത് രണ്ട് നമ്പർ വാങ്ങാനുള്ള പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. and the two numbers 12 and 36. ഇതിൽ രണ്ട് നമ്പർ മാത്രം വാങ്ങുന്നു. ഇനി ഈ രണ്ട് നമ്പറിൽ num1ഉം num2ലും ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യാം. അതിനായി int sum equals num1 plus num2. അതുപോലെ ഡിഫറൻസ് is num1 minus num2. പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷന് ആസ്ട്രിക്സ് ആണ് യൂസ് ചെയ്യണം. പിന്നെ ഡിവിഷന് സ്ലാഷ് എന്ന് വെച്ചാൽ // ആൻഡ് റിമൈൻഡർ കാണാൻ പെർസെൻറ്റേജ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ വേരിയബിൾസ് എല്ലാം നമുക്ക് പ്രിൻ്റ് ചെയ്യാം. cout num1, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ പ്ലസ് ആണ്, num2 equals sum. ന്യൂ ലൈൻ ഇടണം, അതിന് എൻറ്റൽ. അതുപോലെ സബ്ട്രാക്ഷൻ ആൻഡ് ദെൻ മൾട്ടിപ്ലിക്കേഷൻ. എക്സ് വേണ്ട, നമുക്ക് ആസ്ട്രിക്സ് ആണ് യൂസ് ചെയ്യാം. and then division, പിന്നെ റിമൈൻഡറിന് മോഡുലസ് എന്നും കൂടെ വിളിക്കും. ആക്ച്വലി ഞാൻ റെം എന്നുള്ള മാറ്റിയിട്ട് മോഡ് എന്നാക്കണം. അതാണ് കുറച്ചും കൂടെ കോമൺ ആയിട്ടുള്ള കൺവെൻഷൻ, മോഡ്. ഇനി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അഗെയിൻ നമ്മൾ കമ്പൈൽ ചെയ്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാം. കമ്പൈൽ ചെയ്യുന്നു ആൻഡ് ദെൻ എക്സിക്യൂട്ട്. പഴയ അതേ ഇൻപുട്ട് 12 and 36. ഇതിൽ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് തന്നെയാണ്. ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ്റെ കേസിൽ 12/36 1/3, അതായത് 0.333 വരേണ്ടതാണ്. പക്ഷേ ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട്, ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഫ്രാക്ഷൻ ഇല്ലാത്ത നമ്പേഴ്സ് അല്ലെങ്കിൽ ഡെസിമൽ ഇല്ലാത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് മാത്രം എടുക്കും. അപ്പോൾ 12/36 എന്നുള്ളത് 0.333, അതിൽ 0 മാത്രം എടുക്കും. ഇനി നമുക്ക് ഇൻപുട്ട്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്ത് നോക്കാം. enter two numbers, negative numbers, let's say 8 and -2. ഈ റിസൾട്ടിൽ എല്ലാതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെയാണ്. എന്ന് വെച്ചാൽ 8 + -2 is 6, 8 - -2 is 10,
8 times minus 2 is minus 16. അതുപോലെ 8 മോഡുലസ് മൈനസ് 2 is 0. കാരണം മൈനസ് 2 ബൈ 8ൽ നമുക്ക് മൈനസ് 4 കിട്ടും. അത് അതിൻ്റെ റിമൈൻഡർ വന്നിട്ട് 0 ആണ്. ഇനി ആക്ച്വലി നമുക്ക് ഈ മോഡുലസ് ഓപ്പറേറ്ററെ കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ട് നോക്കാം. ലെറ്റ്സ് സേ അതിനായിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ 9 മോഡുലസ് 2. ആദ്യം 9 divided by 2 ചെയ്യുക is equal to 4, and then the step 1. Then next വന്നിട്ട് 9 minus 4 times 2 is equal to 9 minus 8, which is equal to 1. In input 9% minus 2 ആണെങ്കിലോ again 9 by minus 2 is equal to minus 4, and 9 minus 4 times 2 equals 9 minus 8, sorry, minus 4 times minus 2, which is equal to 9 minus 8. നമുക്ക് again ഉത്തരം 1 കിട്ടും. ഇനി തേർഡ് കേസിൽ ന്യൂമറേറ്റർ നെഗറ്റീവ് ആണ്, ഡിനോമിനേറ്റർ പോസിറ്റീവ്. അതിൽ again minus 9 by 2 gives you minus 4, minus 9 minus 4 times 2 equals minus 9 minus 8 is equal to minus 9 plus 8 equals minus 1. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആണെങ്കിൽ minus 9 minus by minus 2 is equal to 4, minus 9 minus 4 times minus 2 equals minus 9 minus 8, which is equal to minus 9 plus 8 equals minus 1. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 9ഉം 2ഉം വന്നപ്പോൾ 1 കിട്ടി, അത് നമുക്കറിയാവുന്നതാണ്. 9ഉം minus 2ഉം മോഡുലസ് ചെയ്തപ്പോൾ 1 വന്നു. ഓക്കെ, ആൻഡ് minus 9ഉം 2ഉം ചെയ്തപ്പോൾ minus 1, ആൻഡ് minus 9 ആൻഡ് minus 2 ചെയ്തപ്പോൾ minus 1. സോ ഇതിൻ്റെ റിസൾട്ട് മാത്രം എടുത്തൊന്ന് എഴുതാം നമുക്ക്. അതായത് 9% 2 is equal to, നമുക്ക് നമ്മുടെ റിസൾട്ടിൽ 1, 9% minus 2 is again 1, minus 9% എന്ന് വെച്ചാൽ മോഡുലസ് percentage 2 is equal to minus 1, and minus 9% minus 2 is equal to minus 1. ഇത് മുകളിൽ ചെയ്തിട്ടുള്ള കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് ഒന്ന് എടുത്ത് എഴുതിയെന്ന് മാത്രം. ലെറ്റ്സ് ട്രൈ ദിസ് ഔട്ട്. ഫസ്റ്റ് 9 and 2 റിമൈൻഡർ 1 വന്നു, ഇതവിടെ. നെക്സ്റ്റ് 9 and minus 2, sorry, minus 9 and 2, minus 9 and 2 is minus 1. Next
9 and minus 2 നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ 1. ഇനി ലാസ്റ്റത്തെ -9 and minus 2 is again -1. ഇത് മെമ്മറൈസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താ വെച്ചാൽ ഇഗ്നോർ ദ സൈൻസ് എന്ന് വെച്ചാൽ -9 by 2 ആണെങ്കിൽ -9 മോഡുലസ് 2 ആണെങ്കിൽ 9 മോഡുലസ് 2 ചെയ്യുക ഫസ്റ്റ്. സെക്കൻഡ്, result will have the sign of the numerator. ഈ കേസിൽ ന്യൂമറേറ്റർ -9 ആണ്. സോ റിസൾട്ടിന് നെഗറ്റീവ് ആയിരിക്കും അതിൻ്റെ സൈൻ. സോ ലെറ്റ്സ് സേ -55 percentage 75. 75 0 ടൈംസ് ആണ് പോവുക. സോ റിമൈൻഡർ വിൽ ബി 55 ആൻഡ് സൈൻ വിൽ ബി നെഗറ്റീവ്. ഇതോടെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇൻട്രൊഡക്ഷൻ ടു അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഐ ഹോപ്പ് ദിസ് ഹാസ് ഹെൽപ്ഡ് യു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രസിഡൻസിനെ കുറിച്ച് പഠിക്കാം. സീ നെക്സ്റ്റ് ടൈം. ബൈ.